മുത്തുമണികളെ, നിങ്ങളുടെ നമ്മുടെ സ്ത്രീക്കുട്ടി മേഡത്തിന് രേണു ചേച്ചിയെ പറ്റി എന്തോ പറയാനുണ്ടെന്ന് കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എനിക്കങ്ങനെ തോന്നുന്നില്ല, ആർട്ടിസ്റ്റ് ആണെന്നും തോന്നുന്നില്ല. സുധി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നുകൊണ്ട് എങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാള്, അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവർ ഒരു വർക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ. ഇത് എന്റെ വ്യക്തിപരമായ കാര്യം, നിങ്ങളുടെ കഥയല്ല. ഞാൻ പറയുന്നതാ കേട്ടോ. അല്ല, രേണു സുധിക്ക് ഫ്രണ്ടിൽ ഒരു പട്ടത്തിന് പേരുണ്ട്, സുധി എന്നുള്ള പേര്. ആ പേര് വെച്ചോണ്ടാണ് രേണു സുധി ഇങ്ങനെ കുതിച്ചിങ്ങനെ പായുന്നത്. അപ്പൊ അതുകൊണ്ട് രേണു സുധി ഇങ്ങനെ കേറിപ്പോ അല്ലാതെ ഒരു അഭിനയം കൊണ്ടൊന്നുമല്ല. അപ്പൊ എന്തായാലും പറയാം, സ്വന്തം കാമുകന്റെ പേരും ഒന്നും വെച്ചോണ്ടല്ലോ രേണു സുധി കേറുന്നത്, സ്വന്തം ഭർത്താവിന്റെ പേര് വെച്ചോണ്ടാ കേറുന്നത്. അല്ലാതെ നിന്റെ കെട്ടിയന്റെ പേരൊന്നും അല്ലല്ലോ രേണു സുധി എടുത്ത് വെച്ചോണ്ട് കേറുന്നത്, ആണോ? അല്ല. അപ്പം ആ ഭാര്യയ്ക്ക് അവകാശമാണ് ഭർത്താവ് മരിച്ചാലും രേണു സുധിക്കുള്ള അവകാശമാണ് സുധി എന്ന അവകാശവും, ഇല്ലെങ്കിൽ ആ മക്കൾക്കുള്ള അവകാശമാണ് ഭർത്താവിന്റെ ഏത് മുതലുണ്ടെങ്കിലും. അത് മറ്റുള്ളവർക്കുള്ള അല്ലല്ലോ. അപ്പൊ ആ ഒരു അവകാശം വെച്ചുകൊണ്ട് രേണുസുധി ആ രേണുസുധിയുടെ മക്കളെയും ചേർത്ത് പിടിച്ച് ഭർത്താവ് മരിച്ചെങ്കിലും കൊണ്ടുവന്ന് അവരെന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നു. ഞാനൊന്ന് തിരിച്ച് മേഡത്തിന്റെ അടുത്ത് ചോദിക്കട്ടെ, മേഡം എന്തോ ലെവല് വെച്ചോണ്ടാ ഈ സോഷ്യൽ മീഡിയയിൽ കയറി വരുന്നത്? സ്വന്തം ഭർത്താവ്, ഒരു മോനുള്ളത്, ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന് വെല്ലോടവും തെള്ളിക്കളഞ്ഞിട്ട് എത്ര നാളായി? അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരാഗ്രഹിക്കുന്നത് പോലെ, ആ ഭർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നീ അവരുടെ കൂടെ പോയി ജീവിച്ച്, ഇല്ലെങ്കിൽ ആ കൊച്ചിന്റെ അമ്മയായിട്ടൊന്ന് കൂടെ ചേർന്ന് ആ കൊച്ചിനെ ഒന്ന് ഒരു അമ്മയുടെ വാത്സല്യം കിട്ടേണ്ട ടൈമാ. ആ കൊച്ചിനെ ഒന്ന് ഒരു വാത്സല്യം കൊടുത്തില്ല, അതിന് സ്നേഹം കൊടുത്ത് വളർത്തി ഇതെല്ലാം ചെയ്തിട്ട് നീ വന്ന് നിന്നിട്ട് പറ, രേണുസുധിയെ കുറ്റം പറ, ഞങ്ങൾ കൈയടിക്കും. അല്ലാതെ ഈ ഭർത്താവിനെ ഈ കൊച്ചിനെ വെല്ലോടും കൊണ്ട് കളഞ്ഞിട്ട് കണ്ടവന്റെ ബൈക്കിന്റെ പുറകെ കയറി ഇറങ്ങി നടന്നിട്ട് നീ രേണുസുധിയെ കുറ്റം പറയാൻ വന്നാ ഞാൻ അംഗീകരിക്കണോ? ഈ പറഞ്ഞതാ, ഞാൻ അംഗീകരിക്കത്തില്ല. നിനക്ക് ഫ്രണ്ടി വെക്കാനുള്ള ഒരു പട്ടം, ഒരു ലേബല്, അതൊരു പാവം പിടിച്ച 3 ചക്രം വണ്ടി ഓട്ടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ആയണ്ടെന്നോ നിനക്ക് നാണക്കേട്? ആണോ? രേണുസുധിയുടെ ഭർത്താവാണ്, നിനക്ക് നിന്റേതായ ഭർത്താവുണ്ട്. അല്ലാതെ കാമുകന്റെ പേരൊന്നും അല്ല രേണുസുധി വെച്ചോണ്ട് കിടക്കുന്നത്, ആണോ? അല്ല. പണ്ടാരണ്ട് പറയണക്ക് ഇവിടെ പുണ്ണ് പിടിച്ചോളി, ഇപ്പുറത്തെ പുണ്ണ് കണ്ടോണ്ട് അങ്ങോട്ട് ചൊറിയാൻ പോയിട്ട് കാര്യമുണ്ടോ? ആദ്യം കയ്യിലിരിക്കുന്ന പുണ്ണ് നീ ഒന്ന് ചൊറിഞ്ഞ് തീർക്ക്, എന്നിട്ട് രേണുസുധിയുടെ കയ്യിലെ പുണ്ണൊന്ന് ചൊറിയാൻ പോ കേട്ടോ മോളെ.